ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ നിഫ്റ്റിയിൽ ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് ചെയ്യും. നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ എല്ലാവരും സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മുടെ ഇനി ചാർട്ടിലേക്ക് കടക്കാം. നമ്മുടെ ഈ ചാർട്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, സോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസും അതൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ്, വ്യൂസും എനിക്ക് വേണം. സോ എല്ലാവരും കൂടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഫിൻ നിഫ്റ്റി അനാലിസിസ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫിൻ നിഫ്റ്റി അനാലിസിസ് കൂടി തുടങ്ങും. ഓക്കെ, സോ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം, ചാർട്ടിലേക്ക്. യെസ്, ദ ചാർട്ട് ഇന്നലെ നമ്മുടെ ഈ ഓവറോൾ ഞാൻ ഈ സ്ട്രക്ചർ ഒന്ന് പറയട്ടെ. നമ്മുടെ ഈ ഒരു നിഫ്റ്റി ഫസ്റ്റ് ഒരു സെല്ലിംഗ് വന്നല്ലോ, ഒരു സെല്ലിംഗ് വന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് BOS ആയി. ഓക്കെ, BOS ആയി കഴിഞ്ഞ് ദാറ്റ് മീൻസ് നമ്മുടെ ചോച്ചായി, ഇത് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ക്യാരക്ടർ. ഓക്കെ, സോ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ തന്നെ കാണിച്ചത്. അതിൻ്റെ പുൾ ബാക്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയിൽ ഞാൻ അത്രയ്ക്ക് വലിയ ബുള്ളിഷ് ഇപ്പോൾ ഇല്ല. മീൻസ് സ്ലോലി മൂവ് വരത്തുള്ളൂ നിഫ്റ്റി. ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ ഒരു ലെഗിൻ്റെ പുൾ ബാക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുൾ ബാക്ക് ആണെന്ന് പറയാം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ പോളൻ ഫ്ലാഗ് ബിയറിഷ് പോളൻ ഫ്ലാഗ് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി. സോ നമുക്ക് ഇതൊന്നും മുമ്പ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതല്ലേ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് കണ്ട ഒരു ലെഗാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്ട്രക്ചർ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ മനസ്സിലാക്കി എടുക്കണം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ലെഗാണ്, മനസ്സിലായോ? ഇതൊരു ലെഗാണ്. ഈ ലെഗ് ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ശരിക്കും അവിടുന്ന് നീ താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ട്രേഡൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ ഒരു റിജക്ഷൻ എവിടെ നിന്ന് കിട്ടുന്നത് അത് നമുക്ക് ഇൻ ഫ്യൂച്ചർ നാളെ മറ്റന്നാളെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടും. ആ റിജക്ഷൻ താഴെ വരും. ഓക്കെ, ദെൻ നിഫ്റ്റി അവിടുന്ന് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യും. ഓക്കെ, അവിടുന്ന് എങ്ങനെയാണ് അത് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യും. ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യും. കുറച്ച് ദിവസം കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് ഔട്ടാണ് കിട്ടുന്നത്, ബ്രേക്ക് ഡൗൺ ആണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടുതലായിട്ട് കൺഫർമേഷൻ കിട്ടുള്ളൂ. അതിന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചാടി നമ്മൾ ഇപ്പോൾ ഒന്ന് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നിഫ്റ്റിയിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുറച്ച് കോഷൻസിൽ വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ മെയിൻ മൂവ് വരുന്നത് ഞാൻ എൻ്റെ ലാസ്റ്റ് 2-3 വീഡിയോസിൽ പറഞ്ഞു BNF-ലായിരിക്കും, ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ കുറച്ചുകൂടി ബുള്ളിഷാണ് നിഫ്റ്റിനേക്കാളും. നിഫ്റ്റി ഇപ്പോൾ ഈ ഒരു സോൺ ഞാനൊരു ലെവൽ ഇപ്പോൾ പറഞ്ഞു തരാം, അതൊന്നും മാർക്ക് ചെയ്യണം. നിഫ്റ്റിയുടെ ആ ട്രയാങ്കിൾ ഇപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട. യെസ്, ഇതൊന്നും ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇന്ന് നിഫ്റ്റിയിൽ നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ ഇന്ന് നിങ്ങൾ ട്രേഡ് എങ്ങനെ എടുത്തോന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മൾ ലെവൽ വർക്കിംഗ് ആയിരുന്നു. റീസൺ ഞാൻ കൊടുത്ത ലെവൽസ് 24,735. അത് കണ്ടോ, ഇതൊരു ട്രയാങ്കിൾ ആയിരുന്നു. ഈ ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. കണ്ട, പ്യൂർ ട്രയാങ്കിൾ കണ്ട. ഇന്നത്തെ ചാർട്ടാണ് ഇത്. ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട്, റീടെസ്റ്റ് ആൻഡ് ദെൻ അഗെയിൻ ബ്രേക്ക് ഔട്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ വരയ്ക്കണം. ഞാൻ പറയാറുണ്ടല്ലോ, റെഗുലർ ഞാൻ പറയാറുണ്ട്, നിഫ്റ്റി ഓർ ഇൻഡെക്സസിൽ ഡെയിലി ബേസിസിൽ ഒന്നരാടം വെച്ചിട്ട് ഇങ്ങനത്തെ പാറ്റേൺസ്, ട്രയാങ്കിൾ, ചാനൽ ഓർ പിൻ പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും ഡെയിലി ഫോം ആവാറുണ്ട്. നമ്മൾ മാക്സിമം അതിൽ വേണം ട്രേഡ് ചെയ്യാൻ. ഫുള്ള് ഡേ നമ്മൾ ട്രേഡ് പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, വെറുതെ ചുമ്മാ സൈഡ് വേസ് ആയിരുന്നു ഫുൾ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു 2 മണിയായപ്പോൾ. ദെൻ ഒരു പുൾ ബാക്ക്. പിന്നാണ് ആക്ച്വൽ ട്രേഡ് 2:40 ആയപ്പോൾ ആണ് ഒരു ആക്ച്വൽ ട്രേഡ്. ഇവിടെ ബൈ ചെയ്ത ആൾക്ക് സുഖമായിട്ട് എളുപ്പത്തിന് അയാൾക്ക് ഒരു നല്ലൊരു റാലി കിട്ടി കാണും. ഉണ്ടാവും. ഇതാണ് ശരിക്കും ആകെ ട്രേഡ് പിടിക്കേണ്ടത്, മനസ്സിലാവും. ബാക്കി നമ്മൾ ഫുൾ ഡേ ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോക്കുക, നമ്മൾ സമാധാനത്തോട് ഇരിക്കുക, മാർക്കറ്റിൽ എന്താ നടക്കുന്നത് നമ്മൾ നോക്കിയിരിക്കുക. ഓക്കെ, BNF-ൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരാം. BNF-ൽ ഇങ്ങനെ തന്നെ നെക്സ്റ്റ് നമ്മുടെ BNF ചാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു ട്രേഡ് BNF-ലാണ് ശരിക്കും ആയത്. ഓക്കെ, സോ ഇനി നാളത്തേക്ക് നമ്മൾ നിഫ്റ്റിയിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് നിഫ്റ്റിയിൽ 24,835. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് മാക്സ് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള പരിപാടിയാണ് 950. ഓക്കെ,
അത്ര വരെ നിഫ്റ്റി ഞാൻ കാണുന്നുള്ളൂ. ഇനി അതിൻ്റെ അപ്പുറം പോയാൽ പിന്നെ സ്ട്രക്ചർ മൊത്തത്തിൽ ചേഞ്ച് ആവും, നമുക്കത് പിന്നെ നോക്കാം. ബാക്കി എന്തായാലും ഇത് ഇത്ര വരെ ശരിക്കും നിഫ്റ്റി ഉള്ളൂ. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ പോകാനുള്ള ഒരു കോൺഫിഡൻസ് കാണുന്നില്ല നിഫ്റ്റിക്ക്. ഓക്കെ, ജെനുവൽ ബൈയിങ് ഒന്നുമില്ല. ഇത് ആക്ച്വലി ഒരു പുൾ ബാക്ക് ആണ്. പിന്നെ BNF ബൈ ആയതുകൊണ്ട് അങ്ങനെ ഇത് കയറി പോവുകയാണ് എന്ന് പറയാം. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് 24,630, അത് മറക്കരുത്. പിന്നെ താഴത്തെ ഒരു സപ്പോർട്ട് കൂടി 24,530 വരുന്നുണ്ട്, അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഗ്യാപ്പ് ഡൗൺ സംതിങ് എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ വേറെ ഫ്രഷ് ലെവൽസ് ആണെങ്കിൽ ഞാൻ നമ്മുടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ, യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ. അതിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്യുക. ഡെയിലി ബേസ് ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ഓവറോൾ സ്ട്രക്ചർ നോക്കിക്കോ. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്, നമ്മുടെ ഈ ഹെഡ് ആൻഡ് ഷോൾഡറുടെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ഔട്ടായി. പിന്നെ അതിൻ്റെ റീട്രേസ്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഹെഡ് ആൻഡ് ഷോൾഡറുടെ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് ഒരു റീട്രേസ്മെൻ്റ് ആണ്. താഴേക്ക് വന്നു, ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയി. നമ്മുടെ ലെവൽ ഞാൻ ഇന്നലെ കൊടുത്ത ലെവൽസാണ് ഇതൊക്കെ. ഞാനിപ്പോൾ വെച്ചേക്കുന്നത് ഇതൊക്കെ എല്ലാം ഫുള്ള് ഇന്നത്തെ ലെവൽസാണ്, മാറ്റമൊന്നും വർത്തിട്ടില്ല. കണ്ടോ, ഇനി കാലത്തെ ഫസ്റ്റ് എൻ്റെ ലെവൽ 50,435 ആയിരുന്നു. ഇത് കണ്ടോ, കാലത്തെ താഴേക്ക് വന്നു. ഇവിടെ അല്ലേ നമ്മൾ ഇന്നലെ ക്ലോസിങ് ആയത്, താഴേക്ക് വന്നു. ഇവിടെ നിന്ന് ഒരു ബൗൺസ് കണ്ടോ. ഈ ബൗൺസ് മതിയല്ലോ നമുക്ക് ശരിക്കും BNFൽ സിംഗിൾ ഒരു ബൗൺസ്, അത്യാവശ്യം നല്ലൊരു ബൗൺസ് ആയിരുന്നു. ഫസ്റ്റ് ട്രേഡ് പിടിക്കാൻ ഓൾമോസ്റ്റ് 150 പോയിൻറ്റ്സ് 150 പോയിൻറ്റ്സ് സംതിങ് എന്ന ബൗൺസ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ബൗൺസ്. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിലിംഗ് ആസിൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ. പിന്നെ തിരിച്ച് വന്നിട്ട് വേറെ 1 hour ചാർട്ടിൽ ശരിക്കും ഈ ഫുള്ള് ഗ്രീൻ ബോക്സ് ഉണ്ടല്ലോ, നിങ്ങൾ ആരും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല കമൻറ്റ് സെക്ഷനിൽ എന്താ ഇത് ബൈങ് സോണാണ്. നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇത് ഇവിടെ ഓർഡർ ബ്ലോക്കാണ്. ഈ ഗ്രീൻ ബോക്സ് ഉണ്ടല്ലോ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ഫുൾ ബൈങ് സോണാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വീണ്ടും ഇവിടെ വന്നു. ഇവിടുന്ന് ലാസ്റ്റ് 1 hour ചാർട്ടിൽ നിങ്ങൾ കണ്ടോ, ദേ ഒരു റാലി വരുന്ന മുന്നേ ഇത് കണ്ടോ, ഇതൊരു പിൻബാർ ഫോം ആയതാണ്. ഈ ബാർ ഫോം ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പിൻബാർ 1 hourൽ പിൻബാർ ഇങ്ങനത്തെ ഒരു പിൻബാർ ഫോം ആവണമെന്ന് വെച്ചാൽ നല്ല ബൈങ് പ്രഷറുണ്ട്, ബൈങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ അതിൻ്റെ ആ റീട്രേസ്മെൻറ്റിൽ നമുക്ക് ശരിക്കും കയറേണ്ടതാണ്. ഒന്നിത്. പിന്നെ സെക്കൻഡ് BNFൽ ഇതൊരു പീനൻ പാറ്റേൺ 15 minutes ടൈം ഫ്രെയിമിൽ ഇത് കണ്ടോ, പീനിയൻ പാറ്റേൺ ആണ് ഇത്. 5 minutes ഞാനൊന്ന് കാണിച്ചു തരാം, കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. 5 minutes എന്ത് ക്ലിയർ ആണെന്ന് അറിയാമോ. അത് ഈ 10 റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, ബ്രേക്ക് ഔട്ട്, റീടെസ്റ്റ്, അഗെയിൻ ബ്രേക്ക് ഔട്ട്. അതാണ് ബൂം, നല്ലൊരു റാലി കിട്ടിയേക്കുന്നത്. അടിപൊളി റാലി ആയിരുന്നു ഇത്. ഞാൻ ക്യാപ്ചർ ചെയ്തു, ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഇതൊക്കെ എല്ലാവരും ഞാൻ സജസ്റ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു ഇതൊരു നല്ലൊരു റാലി കിട്ടാൻ പോവുക. 50,550 അബവ് ബാങ്ക് നിഫ്റ്റി ഇനി സസ്റ്റെയിൻ ആയാൽ ഹൈ ക്രോസ് ചെയ്ത് 50,800 വരെ പോകാൻ ചാൻസ്. അതിനൊരു 30 പോയിൻറ്റ്സ് സംതിങ് എന്തോ മിസ്സായി ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിന്. വെറും 30 പോയിൻറ്റ്സ്, 50,800 ഞാൻ ഉദ്ദേശിച്ച് 30 പോയിൻറ്റ്സ് വരെ കുറച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബട്ട് സൂപ്പറായിരുന്നു, അത് സൂപ്പർ മൂവി. ഈ പീനൻ പാറ്റേൺ കാലത്ത് ഒന്ന് ഫോം ആയപ്പോൾ തന്നെ ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളൂ, മാർക്ക് ചെയ്ത് വെക്കാം. അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക, ബ്രേക്ക് ഔട്ട് എപ്പോഴാണ് കിട്ടുക. നമ്മൾ താഴെ നിന്ന് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ താഴെ നിന്ന് നമുക്കൊന്ന് പിടിക്കാമല്ലോ, പക്ഷെ നമുക്കത് പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം, നമ്മൾ കൂടി ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ എല്ലാവരും കൂടി കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർ ബിയറിഷ് ആയിരിക്കും, നമ്മൾ മാത്രം ബുള്ളിഷ് ആയിരിക്കും. സോ നമ്മളെന്ത് ചെയ്യും, ഈ ബൈങ് സോണാണ്, പക്ഷേ ഈ ഇത്ര വലിയ റെഡ് ക്യാൻഡിലുകൾ നമുക്ക് ഷോർട്ട് അടിക്കാനേ നമുക്ക് തോന്നുള്ളൂ. ബട്ട് അത് പതിയെ മുകളിൽ കൊണ്ടുപോയിട്ട് റീട്രേസ്മെൻറ്റ്, ഒരു ബൈങ് ബ്രേക്ക് ഔട്ട് ആൻഡ് ദെൻ റീട്രേസ്മെൻറ്റ് സഡൻ ബൈ, അതാണ് നമ്മൾ ആക്ച്വൽ ട്രേഡ്. അതാണ്, അല്ലാണ്ട് ഫുൾ ഡേ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതിലും ഓൾമോസ്റ്റ് എത്ര മണിക്കാണ് അതന്നെ 240. നമ്മുടെ നിഫ്റ്റിയിൽ ഞാൻ തന്നെ പറഞ്ഞു 240 ആയപ്പോഴാണ് ബ്രേക്ക് ഔട്ട് ആയത്. ഇതിലും ഫുൾ ഡേ വേസ്റ്റ് ആയിരുന്നു, സൈഡ് വേസ്. ആകെ ആക്ച്വൽ മൂവ് കിട്ടിയത് നമുക്ക് ഇതാണ്. ഓക്കെ, സോ ബിയേഴ്സ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലും ഇല്ല. ഇത് ബൈങ് സോൺ ആയിരുന്നു, അവർ ട്രാപ്പ് ചെയ്തതാണ് വരും ബിയേഴ്സിനെ. സ്റ്റിൽ ആ ഒരു റേലി നമുക്ക് കിട്ടി. നല്ല ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ് ബ്രേക്ക് ഔട്ട്. സ്റ്റിൽ മാർക്കറ്റിൽ ആ പവർ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എടുത്ത് പറഞ്ഞാലും 50,930 ഈ ഒരു റെഡ് ട്രെൻഡ് ലൈൻ കണ്ടോ, ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ വീണ്ടും സ്ട്രക്ചർ ചേഞ്ച് ആവും. ദെൻ നമ്മുടെ ടാർഗറ്റ് 51,250 ഓർ 300 വരെ ഇപ്പോൾ സ്ട്രെച്ചായി. ദാറ്റ് മീൻസ് ഈ ട്രെൻഡ് ലൈൻ ഇത് ഇവിടെ ആയി. ഓക്കെ, സോ 20 റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കാം. നാളെ ബാങ്ക് നിഫ്റ്റി ഇത്ര വരെ പോകാൻ ചാൻസ് ഉണ്ട്, 51,330 ഇത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എപ്പോഴാണ്
50,900 അബവ് ക്ലോസിങ് കിട്ടിയാൽ സസ്റ്റെയിൻ ആയാൽ മാത്രമേ ആ ടാർഗറ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ. ഓക്കെ, ഇങ്ങനെ വേണം ഒക്കെ പ്ലേ ചെയ്യാൻ. ഇനി ഈ സോണിൽ വീണ്ടും കിട്ടിയാൽ ചെറിയൊരു റിസൾട്ട് വെച്ചിട്ട് വീണ്ടും നമുക്ക് ബൈങ് ചെയ്യാം കേട്ടോ. ബട്ട് നാളെ കിട്ടാൻ ചാൻസ് കുറവാണ്. നാളെ ഐ തിങ്ക് ചെറിയൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും. വീണ്ടും ഇതൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ആയാൽ 5-10 മിനിറ്റ് ദെൻ യു ക്യാൻ പ്ലേ ഫോർ 51,250 to 300 ആ ടാർഗറ്റ് നമുക്ക് കിട്ടണം. അത് സൈഡ് വേസ് ആക്കിയ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ചിലപ്പോൾ സൈഡ് വേസ് ആക്കിയത് വേറെ കളിയാണ്. ബട്ട് പിന്നെ ഇൻകമ്മിങ് ഡേയ്സ് ഇത് കിട്ടേണ്ടതാണ്. പിന്നെ ഇത് മേജർ 51,300 അബവ് സസ്റ്റെയിൻ ആയാൽ, എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് മേജർ ട്രെൻഡ് ലൈനാണ്. സോ ബാങ്ക് നിഫ്റ്റിയാണ് ബുള്ളിഷ്, ദെൻ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും ഈ അപ്കമിങ് ഡേയ്സ് ഓർ അപ്കമിങ് വീക്കിൽ നല്ല ട്രേഡ് കിട്ടാൻ പോകുന്നത്. നിഫ്റ്റിയിലല്ല, നിഫ്റ്റി ഞാൻ കാണിച്ചിട്ടുണ്ട്. നിഫ്റ്റി നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് നോക്കണം കേട്ടോ ആ വീഡിയോ. ഈ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ട്രയാങ്കിൾ പാറ്റേണിലായിരിക്കും ഇപ്പോൾ കുറച്ച് ദിവസം അതിലായിരിക്കും നിഫ്റ്റി ട്രയാങ്കിൾ പാറ്റേണിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മേജർ നമ്മുടെ മൂവ് കിട്ടുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ ആയിരിക്കുള്ളൂ. മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പ് സൈഡ് മൂവാണ്. ബാക്കി മാർക്കറ്റാണ് ട്രാപ്പ് ചെയ്ത് പോവുള്ളൂ, സഡൻ ഒന്നും പോകത്തില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ റീസൺ ഈ ബോക്സിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു തരും. നിങ്ങളാരും ഒന്നും ചോദിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. നിങ്ങൾ പറയണം, നിങ്ങൾ ചോദിക്കണം, എന്നിട്ടല്ലേ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.